സർ ഒരു 2 days ബാക്ക് ഞങ്ങൾക്കൊരു ബേബി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 37+3 ആയിരുന്നു ജസ്റ്റേഷൻ ഏജ്. സോ കുഞ്ഞിൻ്റെ വെയിറ്റ് വന്നിട്ട് 2.48 ആയിരുന്നു. സോ പുള്ളിക്കാരിയുടെ അമ്മ, അതായത് കുഞ്ഞ് ഫീമെയിൽ ബേബി ആയിരുന്നു. ബേബിയുടെ അമ്മയ്ക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു, കുഞ്ഞിൻ്റെ വെയിറ്റ് നോർമൽ ആണോ, അതായത് മാസം തികഞ്ഞൊരു കുട്ടിയാകുമ്പോൾ 2.48 എന്ന് പറയുന്ന വെയിറ്റ് നോർമൽ ആണോ അത് അബ്നോർമൽ ആണോ എന്ന്. സർ, ഈ നോർമൽ വെയിറ്റ് അബ്നോർമൽ വെയിറ്റും ജസ്റ്റേഷൻ ഏജ് വെച്ച് എങ്ങനെയാണ് നമ്മൾ പറയുക? ഓക്കെ, ഇപ്പോൾ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പല ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു സംശയമാണ്. അതായത് നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് നമ്മൾ പറയുന്നത്, അതായത് മാസം തികഞ്ഞ് പ്രസവിക്കുന്നത്, മാസം തികയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 ആഴ്ച കഴിഞ്ഞ് പ്രസവിക്കുന്ന ഒരാളുടെ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 മുതൽ 4 കിലോ വരെയാണ്. അതിനുള്ളിൽ വരുന്ന വെയിറ്റാണ് നമ്മൾ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 2.5-ക്ക് താഴെയോ 4-ന് മേലിനോ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് അബ്നോർമൽ വെയിറ്റ് ആവുന്നില്ല. അതിനാണ് നമ്മൾ ജസ്റ്റേഷണൽ ഏജ് വെച്ചിട്ടുള്ള വെയിറ്റ് കാൽക്കുലേഷൻ പറയുന്നത്. ഒരു ചെറിയ ഗ്രോത്ത് ചാർട്ട് എല്ലാം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ജസ്റ്റേഷണൽ ഏജ് പ്രകാരമുള്ള വെയിറ്റ്, അതിൻ്റെ അഡിക്വേറ്റ് വെയിറ്റ് ആണെങ്കിൽ അതിനെ AGA എന്നാ പറയുക, അപ്രോപ്രിയേറ്റ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്നാ പറയും. ആ റേഞ്ചിനുള്ളിലാണ് വെയിറ്റ് വരുന്നത് എങ്കിൽ അത് നോർമലായിട്ട് തന്നെ കണക്കാക്കാം. ഇനി അതിന് താഴെയാണ് വരുന്നതെങ്കിൽ, അതായത് അതിൻ്റെ ജസ്റ്റേഷണൽ ഏജ് പ്രകാരമുള്ള വെയിറ്റ് ബാൻഡിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ അതിനെ SGA അഥവാ സ്മാൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയാറുണ്ട്. എല്ലാ സ്മാൾ ഫോർ ജസ്റ്റേഷണൽ ഏജും അബ്നോർമൽ അല്ല. എഗെയിൻ അതിന് ഭൂരിഭാഗം കാരണവും ഫാമിലിയൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കും. അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും മേ ബി ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നിരിക്കാം. അതായിരിക്കാം ഭൂരിഭാഗം പേരുടെയും ലോ ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ SGA ആകുന്നതിനുള്ള കാരണം. പിന്നെ മറ്റു കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയുടെ പ്ലാസൻ്റയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു മാറ്റങ്ങൾ, അമ്മയുടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, രക്തക്കുറവ്, അനീമിയ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, അമിതമായ ഛർദിൽ, ഹൈപ്പറമെസിസ് തുടങ്ങിയ കണ്ടീഷൻസും ഇതുപോലെ SGA അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ പറയുന്ന ബർത്ത് വെയിറ്റ് 2.48 എന്ന് പറയുന്നത് വളരെ താഴ്ന്ന അല്ലെങ്കിൽ വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു ലോ ബർത്ത് വെയിറ്റ് അല്ല. അതിൻ്റെ മിക്കവാറും അതിൻ്റെ കാരണം ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന, ഫാമിലിയൽ എന്ന് പറയുന്ന കാരണം ആകാം, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാരണവും ആകാം. വെയിറ്റ് കുറഞ്ഞു എന്ന് കണ്ടതുകൊണ്ട് മാത്രം വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ബർത്ത് വെയിറ്റ് ലോ ആണെങ്കിലും ക്യാച്ചപ്പ്, അതായത് നോർമൽ കുട്ടികളെ പോലെ വെയിറ്റ് തിരിച്ച് ഗെയിൻ ചെയ്യാനുള്ള സാധ്യത ഈ കുട്ടികൾക്കുണ്ട്. അതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിലുള്ള അഡ്വൈസ് ചെയ്ത ഇൻ്റർവെല്ലിലുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് മോണിറ്ററിങ്ങും ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാവും.